ഈ തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു.ഡി.എഫിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. കാരണം തൊടുപുഴ നഗരസഭാ ഭരണം CPM നിലനിർത്തിയത് യു.ഡി.എഫിലെ വലിയ ഭിന്നതയാണ് കാരണം. ലീഗും കോൺഗ്രസും വെവ്വേറെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ഭിന്നത രൂപപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഇടുക്കിയിൽ കോൺഗ്രസും ലീഗും രണ്ട് തട്ടിലായതോടെ സംസ്ഥാന നേതൃത്വങ്ങളും വെട്ടിലായിരിക്കുകയാണ്. ജില്ലാ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ലീഗ് കടന്നപ്പോൾ വരും തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഭിന്നത മുതലാക്കി ഭരണം നിലനിർത്താനായതിന്റെ ആശ്വാസത്തിലാണ് ജില്ലയിലെ LDF നേതൃത്വം. ലീഗിന്റെ ഒരാളുടെയും മുകളിൽ കെട്ടിയുണ്ടാക്കിയ കൂടല്ല ഇത് സ്വന്തമായി തിണ്ണബലമുണ്ട്. മുസ്ലിം ലീഗ് ഏണിപ്പൊടി വെച്ച് കൊടുത്തപ്പോൾ പല ആളുകളും ആ ഏണിപ്പൊടികളിലൂടെ ചവിട്ടിക്കേറി അധികാരത്തെത്തി. അല്ലാതെ ലീഗിനെ ആരും ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. തന്നവരാരും കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ വലിയ അവകാശവാദമൊന്നും ആരും പറയേണ്ട. ഒട്ടേറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയ അട്ടിമറികൾക്കും സാക്ഷ്യം വഹിച്ച തൊടുപുഴ നഗരസഭാ ഭരണം കൈവിട്ട് കളഞ്ഞതിന് പിന്നാലെ UDF-ലെ ഭിന്നത മറനീക്കി പുറത്തു വന്നു. അർഹതപ്പെട്ട ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുത്തിയത് മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് പറഞ്ഞ ലീഗ് നേതൃത്വം നിലപാട് തിരുത്തും വരെ കോൺഗ്രസുമായി സഹകരിക്കില്ലെന്ന തീരുമാനവും എടുത്തു. LDF-ന് വോട്ട് ചെയ്ത മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി. ലീഗിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ചില പോക്കറ്റുകളിലാണ് ഉള്ളത്. കേരള കോൺഗ്രസ് സ്ഥിതിയും അതുതന്നെയാണ്, വ്യത്യസ്തമല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ടൈം കോൺഗ്രസ് വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ ലീഗ് അതിനടുത്തൊരു സ്റ്റാൻഡ് പോയാൽ പോകട്ടെ എന്നൊരു സ്റ്റാൻഡാണ് എടുത്തത്. ഈ വാറോളയുടെ മുമ്പിൽ കോൺഗ്രസ് പരാജയപ്പെടില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. UDF-ലെ ഭിന്നത പരിഹരിക്കാൻ കോൺഗ്രസ് ലീഗ് സംസ്ഥാന നേതൃത്വങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാകും. പ്രശ്നം പരിഹരിക്കാത്തതിൽ കേരള കോൺഗ്രസും അസംതൃപ്തരാണ്. വരും തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. മീഡിയ 1 ഇടുക്കി.